കലാമണ്ഡലം സത്യഭാമയ്ക്കൊപ്പം യൂട്യൂബ് ചാനലിനെതിരെയും അഭിമുഖം നടത്തിയ ആൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് RLV രാമകൃഷ്ണൻ പരാതി നൽകുന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധരോട് നിയമോപദേശം തേടി. അധിക്ഷേപത്തെ നിയമപരമായി നേരിടാനാണ് തീരുമാനം. ബാക്കി പത്രമായി ഇനിയും വിവേചനം അവശേഷിക്കരുത്. തനിക്കെതിരെ കലാമേഖലയിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. നിരന്തര വിവാദങ്ങൾക്ക് പിന്നിൽ അത്തരം ലോബികളെന്നും രാമകൃഷ്ണൻ പ്രതികരിച്ചു. തീർച്ചയായിട്ടും അതിൽ ഒരു ഭാഗം തന്നെയാണ് യൂട്യൂബ് ചാനൽ. അയാൾ കൃത്യമായിട്ട് അതിന് ചോദിക്കുന്നുണ്ട്. തന്നെയല്ല അതിനനുകൂലമായിട്ടുള്ള സംസാരങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ സ്പർദ്ധ വരുത്തുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം അതിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിനെതിരെയും പ്രത്യക്ഷത്തിലും അതുപോലെ തന്നെ ഈ അഭിമുഖം നടത്തിയ വ്യക്തിയുടെ പേരിലും നമ്മൾ നിയമ നടപടികൾക്കായിട്ട് മുന്നോട്ട് പോകും. അത് അടുത്ത ദിവസങ്ങൾ തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ച് സമയ പ്രശ്നങ്ങളുള്ളത് കൊണ്ടും ഇപ്പം ഇന്ന് അതിൻ്റെ നിയമോപദേശം നേടിയതിന് ശേഷം ചെയ്യും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഇടങ്ങളിൽ കലാരംഗത്ത് ഇങ്ങനെ കൃത്യമായിട്ട് ലോബികൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവസരങ്ങൾ തരുന്നതിൻ്റെ കാര്യത്തിലായാലും അതുപോലെ എന്താ പറയുക പുരസ്കാരങ്ങൾ കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലായാലും അതായത് കുറേ കാലമായി നിശ്ചയിക്കപ്പെട്ട കുറേ ആളുകൾ തന്നെ നിലനിന്ന് പോകുന്നു. അതിനപ്പുറത്തേക്ക് പുതിയ ആളുകൾക്കൊന്നും ഒരു അവസരമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു കലാരംഗത്തിൻ്റെ ഏറ്റവും വലിയ ശാപമായിട്ട് മാറിയിരിക്കുന്ന കാര്യം. ആരെങ്കിലും ഒരാളെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ തുടർന്ന് പിടിച്ച് തൂങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. മാറി മാറി വരുന്ന ഭരണങ്ങളും ഒരുപക്ഷെ നിയോഗിക്കപ്പെട്ട ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും നിയോഗിക്കപ്പെടുകയാണ്. എന്തായാലും ഒരു ചെറിയൊരു ലോബി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.